ഈശ്വർ മാൽപേ പൂർണ്ണമായും ആ ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച് തയ്യാറായി നിൽക്കുന്ന, പ്രത്യേക വസ്ത്രം ധരിച്ച് തയ്യാറായി നിൽക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറൊക്കെ തന്നെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈശ്വർ മാൽപേ ആദ്യം ഇത്തരത്തിൽ ഹൈഡ്രോളിക് ജാക്ക് കണ്ടെത്തിയ പ്രദേശത്തേക്കായിരിക്കും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തുക. അത് ഏകദേശം കരയിൽ നിന്ന് 15 മീറ്റർ മാറിയാണ്, ആ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ആ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പ്രദേശത്തെ അങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിരച്ചിലൊക്കെ തന്നെ. പിന്നെ ഡീസൽ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം, അത് അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം കൂടി കേന്ദ്രീകരിച്ച് അവിടെ ഒരു തിരച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല NDRF ആ ഒരു ഓയിൽ കണ്ടന്റിനെ കാര്യമായി ഗൗരവത്തിലെടുത്തു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ആദ്യം തന്നെ എത്തിയ NDRFന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ ഓയിൽ കണ്ടന്റ് കണ്ടെത്തിയ തീരത്തേക്ക് പോയി അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയെടുത്താണ് മുന്നോട്ടേക്ക് പോകുന്നത്. കരസേനയുടെ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ മുകളിൽ നിന്നും പുഴയുടെ പൂർണ്ണമായ ഒരു പിക്ചർ കണ്ടെത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു നിരീക്ഷണത്തിനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മൂത്തി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട പോലെയല്ല, ഇവിടെ ഇന്ന് കൃത്യമായ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം, കേന്ദ്രീകൃതമായ ഒരു തിരച്ചിൽ സംവിധാനം നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മോത്തി, തീർച്ചയായിട്ടും സാരംഗ് പറഞ്ഞതുപോലെ അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു തെരച്ചിലാണ് ഇന്ന് നടത്തുക. അതിൻ്റെ ഒരുക്കങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. ഈശ്വർ മാൽപേയുടെ സംഘം എത്തിയിട്ടുണ്ട്. അവർ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് എത്തിയിട്ടുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ പുഴയിൽ ഇറങ്ങാൻ. ഒപ്പം NDRF സംഘമുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു തെരച്ചിലാണ് പദ്ധതിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൃശ്യങ്ങളിൽ നിന്നും കാണാം. പുഴയിൽ ഡീസലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചായിരിക്കും കുറച്ച് കൂടുതൽ അന്വേഷണത്തിന് സാധ്യത എന്നും മനസ്സിലാക്കാം നമുക്ക്. സ്ഥലത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരും എത്തിയിട്ടില്ല എന്നത് ഒരു കാര്യക്ഷമതയെ ബാധിക്കുന്ന തരത്തിലൊന്നും ഇല്ല എന്നും കരുതുകയാണ്. കാരണം ആ തരത്തിൽ ദിശാബോധത്തോടു കൂടി തന്നെയാണ് അവരെല്ലാവരും, സ്ഥലത്തുള്ള എല്ലാവരും മുന്നോട്ട് പോകുന്നത്. കുറച്ച് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഭാഗത്ത് എന്നും സാരംഗ് വിവരങ്ങൾ നൽകുന്നുണ്ട്. സാരംഗ്, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനാവുക മറ്റെന്തൊക്കെയാണ്? ഇപ്പോൾ ഏത് നിമിഷവും ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന രീതിയിൽ പറയാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ധരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗോഗിൾ, പ്രത്യേകമായി വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന കണ്ണടകളുമായി അദ്ദേഹത്തിന്റെ ഒരു സംഘാംഗം നേരത്തെ പുഴയുടെ തീരത്തെത്തുന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഓക്സിജൻ സിലിണ്ടർ ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കകം തന്നെ ഇനി കാലിടുന്ന ഫ്ലേപ്പർ അടക്കമുള്ള വസ്തുക്കൾ ധരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങി പോവുക. അദ്ദേഹത്തിന് തോണി, അദ്ദേഹത്തിന് ഡൈവ് ചെയ്യുന്നതിന് സഹായകമായി മാറുന്ന വഞ്ചികൾ, ചെറുവഞ്ചികൾ തൊട്ടപ്പുറത്ത് തന്നെ നദീതീരത്ത് പൂർണ്ണ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതേത് നിമിഷവും ഇവിടെ തന്നെ എത്തും. അതുകൂടി ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി സർവ്വവിധ തയ്യാറെടുപ്പുകളോടുകൂടി, സർവ്വവിധ സന്നാഹങ്ങളോടുകൂടി പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കിപ്പോൾ പൂർണ്ണമായ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്നാൽ SDRF NDRF ഉദ്യോഗസ്ഥർ നിലവിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ആരംഭിച്ചിട്ടില്ല. അവർ കരയിൽ നിന്നുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്കിനെ കുറിച്ചും മറ്റ് ഗതികളെ കുറിച്ചൊക്കെയുള്ള നിരീക്ഷണത്തിലാണ്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ SDRF NDRF ടീമും ഇത്തരത്തിൽ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേവി ഇതുവരെയും കാർവാറിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നേവി കൂടി എത്തിക്കഴിഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ പോയിന്റുകളിൽ നിന്ന് ഇത്തരത്തിൽ റഡാർ സിഗ്നൽ കിട്ടിയ പ്രദേശങ്ങളാവട്ടെ, അല്ലെങ്കിൽ തിരച്ചിലിനായി 4 ഘട്ടങ്ങളായി നമ്മൾ വിവേചിച്ച് വെച്ച പ്രദേശങ്ങളുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്ത പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ 3-4 ടീമുകളായി, ചെറിയ സംഘങ്ങളായി മാറി തിരച്ചിലിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിർണായകമായേക്കും, സഹായകമായേക്കും ഇന്നത്തെ ദൗത്യത്തിന്. ഇന്നലത്തെ ഒരു സ്ഥിതിഗതിയല്ല നമ്മളിവിടെ കാണുന്നത്. കാരണം ഇന്നലെ ആകെ ഒരു ദിശാബോധമില്ലാത്ത തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന കേരളം കർണാടകത്തെയും, കർണാടകം കേരളത്തെയും, MLA ജില്ലാ ഭരണകൂടത്തെയും, ജില്ലാ ഭരണകൂടം MLAയെയും ഒക്കെ തന്നെ പഴിചാരുന്ന കാഴ്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയേ അല്ല. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറച്ച്
സംഘങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈശ്വർ മാൽപ്പയുടെ വാഹനത്തെയും പോലീസിൻ്റെ കുറച്ച് വാഹനങ്ങളെയും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. NDRFിൻ്റെ വാഹനമൊക്കെ തന്നെ കുറച്ചകലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അവർ അവിടെ ക്ഷേത്രത്തിന് സമീപത്തുള്ള ആ ഒരു സ്നാനഘട്ടത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഗംഗാവാലിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ പുഴയിൽ ഒരു ഫുൾ സ്വിങ്ങിലുള്ള ഒരു തിരച്ചിലിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോത്തി.